കോൺഗ്രസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? ജനസേവനമാണോ? അല്ല, അത് ഗ്രൂപ്പ് വഴക്കും കാലുവാരലുമാണ്. ഇപ്പോഴിതാ പുതിയൊരു സംഭവം, NDTV സർവേ. അതിൽ പറഞ്ഞത് വരും കാലത്ത് VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്നാണ്. ഇത് കേട്ടതും കോൺഗ്രസ് ഓഫീസുകളിൽ വലിയ അടിയായി. സാധാരണ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലല്ലേ തല്ലുണ്ടാകാറുള്ളത്? പക്ഷേ ഇതിപ്പോ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയൊരു കലാപം നടന്നിരിക്കുകയാണ്. ഗ്രൂപ്പ് കളി അവസാനിപ്പിക്കാൻ വന്നവരാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഗ്രൂപ്പ് കളി നടത്തുന്നത് തന്നെ. സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് കേട്ടതും നമ്മുടെ രമേശ് ചെന്നിത്തല സാറിന് അതൊട്ടും പിടിച്ചില്ല. സർവേയിൽ പറയുന്നത് സതീശനാണ് ജനപ്രിയൻ എന്നാണ്. ഇത് കേട്ടതും കോൺഗ്രസ് പാളയത്തിൽ സന്തോഷമല്ല, മറിച്ച് ദേഷ്യമായിരുന്നു. സതീശന്റെ ചിരി കണ്ടാൽ തോന്നും പുള്ളി സത്യപ്രതിജ്ഞയ്ക്ക് ഡ്രസ്സ് തയ്പ്പിക്കാൻ കൊടുത്തു എന്ന്. പക്ഷെ സതീശ, കൂടെ നിൽക്കുന്നവർ തന്നെ കുഴി തോണ്ടുന്ന ചരിത്രമാണ് കോൺഗ്രസിനുള്ളതെന്ന് മറക്കേണ്ട. ഒരു സർവേ ഫലം വന്നു. അതിൽ സതീശന്റെ പേര് കണ്ടതും ചെന്നിത്തലയ്ക്ക് ഉറക്കം പോയി. സതീശനാകട്ടെ ഉള്ളിൽ ലഡുപൊട്ടിയിട്ടും പുറത്ത് വിനയകുമാരനായി നടക്കുകയാണ്. ഗ്രൂപ്പില്ലാത്ത നേതാവാണെന്ന് പറഞ്ഞു വന്ന സതീശൻ ഇപ്പോ ഗ്രൂപ്പുകളുടെ തമ്പുരാനായി മാറി. എന്താണ് സംഭവം എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. നമുക്ക് ആദ്യം രമേശ് ചെന്നിത്തല സാറിൽ നിന്ന് തുടങ്ങാം. കോൺഗ്രസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പുള്ളിയുടെ മനസ്സിൽ വരുന്നത് മുഖ്യമന്ത്രി കസേരയാണ്. കൗമാരത്തിൽ മന്ത്രിയായ പുള്ളി ഇപ്പോ വയസ്സാം കാലത്ത് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചെന്നിത്തല പണ്ട് തിരുത്തൽവാദി ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആളാണ്. ഇപ്പോ പുള്ളിയെ തിരുത്താൻ സതീശൻ ഇറങ്ങിയിരിക്കുകയാണ്. സർവേ വന്നപ്പോൾ ചെന്നിത്തലയുടെ ആ ഭാവം കണ്ടോ? പണിയൊന്നുമില്ലാത്തവരുടെ പണിയാണ് സർവേ എന്ന്. എന്നിട്ടൊരു ഡയലോഗും, എന്റെ പേരില്ലാത്തതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. രമേശ് ചെന്നിത്തല, ഈ സന്തോഷം ഉള്ളിൽ ഒതുക്കാൻ നിങ്ങൾ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം. താൻ ഇത്രയും കാലം പണിയെടുത്തു, അവസാനം ഇപ്പോ ഇന്നലെ വന്ന ഒരാൾ ലിസ്റ്റിൽ ഒന്നാമത്. അത് പുള്ളിക്ക് സഹിച്ചില്ല. സതീശൻ വളരുന്നത് കണ്ടാൽ ചെന്നിത്തലയ്ക്ക് ഉറക്കം വരില്ല. അതുകൊണ്ടാണ് സ്വന്തം മുന്നണിക്ക് ഗുണമുള്ള സർവേ ആയിട്ടും പുള്ളി അതിനെ തള്ളി പറഞ്ഞത്. തനിക്ക് കിട്ടാത്തത് സതീശനും കിട്ടേണ്ട, ഇതാണ് ചെന്നിത്തലയുടെ ഇപ്പോഴത്തെ പോളിസി. ഇനി സതീശന്റെ കാര്യം നോക്കാം. പുള്ളി വരുന്നത് ഒരു പുതിയ വേഷത്തിലാണ്. ഞാൻ ഗ്രൂപ്പുകൾക്കെതിരാണ്, എനിക്ക് ഗ്രൂപ്പില്ല എന്ന് പച്ചക്കള്ളം എപ്പോഴും പറയും. സതീശ, നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? പഴയ I ഗ്രൂപ്പിനെയും A ഗ്രൂപ്പിനെയും ഒക്കെ തകർത്ത് ഇപ്പോൾ നിങ്ങൾ ഒരു സതീശൻ ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ. പണ്ട് ചെന്നിത്തലയുടെ പിന്നാലെ ബാഗും തൂക്കി നടന്ന ആളാണ് പുള്ളി. പക്ഷേ പണി കൊടുക്കേണ്ടി വന്നപ്പോൾ പുള്ളി ഒട്ടും മടിച്ചില്ല. ചെന്നിത്തലയെ പതുക്കെ മൂലക്കിരുത്തി പ്രതിപക്ഷ നേതാവായ വിദ്യ എല്ലാവർക്കും അറിയാം. ഉമ്മൻചാണ്ടി സാർ മരിച്ചതോടെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന നേതാക്കളെയൊക്കെ സതീശൻ തന്റെ പോക്കറ്റിലാക്കി. പണ്ട് ചെന്നിത്തല പഠിപ്പിച്ച അതേ വിദ്യ ഇപ്പൊ ചെന്നിത്തലയോട് തന്നെ സതീശൻ പയറ്റുകയാണ്. സതീശന്റെ മുഖ്യമന്ത്രി മോഹം കാണുമ്പോൾ സഹതാപം തോന്നുന്നു. കാരണം ചെന്നിത്തലയും ഗ്രൂപ്പുകാരും നിങ്ങളെ അത്ര വേഗം വാഴിക്കാൻ സമ്മതിക്കില്ല. നിങ്ങൾ വിനയം കാണിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കൂടെയുള്ളവർ കുഴി തോണ്ടുന്നുണ്ട് സതീശ. ഇനി നമുക്ക് KC വേണുഗോപാലിലേക്ക് വരാം. ഡൽഹിയിൽ ഹൈക്കമാൻഡിന്റെ ചെവിയിൽ എപ്പോഴും മന്ത്രം ഓതിക്കൊണ്ടിരിക്കുന്ന KCക്ക് കേരളം എന്നാൽ ഒരു ചെസ് ബോർഡാണ്. പണ്ട് കരുണാകരന്റെയും ചെന്നിത്തലയുടെയും പിന്നിൽ കൈകെട്ടി നിന്നിരുന്ന അതേ വേണുഗോപാൽ ഇപ്പോൾ I ഗ്രൂപ്പിനെ തന്നെ വെട്ടിനിരത്താൻ നോക്കുന്നത് കാണുമ്പോൾ രാഷ്ട്രീയത്തിലെ നന്ദി നമുക്ക് കൃത്യമായി മനസ്സിലാകും. ചെന്നിത്തലയെ ഒതുക്കാൻ സ്വന്തം വിശ്വസ്തനായ സതീശനെ പ്രതിപക്ഷ നേതാവാക്കി വാഴിച്ചു. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ അനാഥമായ A ഗ്രൂപ്പിലെ ആളുകൾ ഓരോരുത്തരായി വശത്താക്കി ഒരു KC ഗ്രൂപ്പ് തന്നെ അദ്ദേഹം കേരളത്തിലുണ്ടാക്കി. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. കേരളത്തിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ എന്താണ്? വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങൾ, തൊഴിലില്ലായ്മ, കാർഷിക മേഖലയിലെ തകർച്ച, വന്യജീവി ആക്രമണം, ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളിലൂടെയാണ് മലയാളി കടന്നു പോകുന്നത്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണേണ്ട സർക്കാരിനെ തിരുത്തേണ്ട പ്രതിപക്ഷം എന്ത് ചെയ്യുകയാണ്? അവർ സർവേ ഫലം നോക്കി കസേര പങ്കിടുന്ന തിരക്കിലാണ്. സർക്കാരിന്റെ വീഴ്ചകൾ ജനമധ്യത്തിൽ തുറന്നു കാട്ടേണ്ടതിനു പകരം സ്വന്തം പാർട്ടിയിലെ അക്കൗണ്ട് തീർക്കുന്ന തിരക്കിലാണ് KC വേണുഗോപാലും സംഘവും. ജനങ്ങളുടെ കണ്ണീരൊപ്പാനല്ല, മറിച്ച് ഡൽഹിയിലെ ഹൈക്കമാൻഡിന്റെ കണ്ണിലുണ്ണിയാകാനും കേരളത്തിലെ അധികാര കസേര പിടിച്ചെടുക്കാനുമാണ് ഇവരുടെ മത്സരം. സത്യത്തിൽ ഇവർക്ക് വേണ്ടത് ജനസേവനമല്ല, വെറും അധികാരമാണ്. ഒരു സർവേ വന്നപ്പോൾ തന്നെ ഇങ്ങനെയാണെങ്കിൽ നാളെ ഭരണം കിട്ടിയാൽ ഈ നേതാക്കൾ തമ്മിൽ തെരുവിൽ തല്ലില്ലേ? കസേരയ്ക്ക് വേണ്ടിയുള്ള ഈ കടിപിടി കാണുമ്പോൾ ഒന്നുറപ്പിക്കാം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല, മറിച്ച് സ്വന്തം ഗ്രൂപ്പ് വളർത്താനും കസേര ഉറപ്പിക്കാനുമാണ് ഇവരുടെയൊക്കെ പോരാട്ടം. ഇങ്ങനെയുള്ള നേതാക്കളിൽ നിന്ന് ജനങ്ങൾ എന്ത് പ്രതീക്ഷിക്കാനാണ്? ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ UDF എത്രത്തോളം ദയനീയമാണെന്ന് ഈ സർവേ വിവാദം തെളിയിക്കുകയാണ്. ഒരു തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കിട്ടിയ വടിയാണ് മുതിർന്ന നേതാവ് തന്നെ തല്ലിയൊടിച്ചത്. ചെന്നിത്തലയ്ക്ക് ഭരണം കിട്ടുന്നതിനേക്കാൾ പ്രധാനം സതീശൻ തോൽക്കുന്നതാണ്. സതീശനാകട്ടെ ഈ വിവാദം എങ്ങനെ തന്റെ അനുകൂലമാക്കാമെന്ന് നോക്കിയിരിക്കുകയാണ്.
എന്നാലും കോൺഗ്രസിലെ ഗ്രൂപ്പുകളി എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു തർക്കമല്ല, അതൊരു പകവീട്ടലാണ്. പണ്ട് കരുണാകരന്റെ കാലത്ത് ഐ ഗ്രൂപ്പും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എ ഗ്രൂപ്പും ഉണ്ടായിരുന്നു. അന്ന് ഗ്രൂപ്പ് മാറിയാലും നേതാക്കൾക്കൊരു മാന്യതയുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥയോ? ഉമ്മൻചാണ്ടി എന്ന വൻമരം വീണതോടെ എ ഗ്രൂപ്പിനെ വെട്ടി നിർത്തി വിറകുപുരയിലാക്കി മാറ്റി. സതീശനും കെ സിയും ചേർന്ന് എ ഗ്രൂപ്പിലെ പ്രമുഖരെ ഓരോന്നായി അടർത്തി മാറ്റി കെ സി ഗ്രൂപ്പിൽ എത്തിച്ചു. മുതിർന്ന നേതാക്കളെ മുൻനിരയിൽ നിൽക്കേണ്ടവർ ഇപ്പോൾ സതീശന്റെ സ്തുതിപാഠകരായി മാറിയത് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീതിയാണ്. തിരഞ്ഞെടുപ്പിന് മുമ്പേ കസേരയ്ക്ക് വേണ്ടി തെരുവിൽ തല്ലുന്ന ഈ കാഴ്ച കണ്ടിട്ട് സാധാരണ വോട്ടർമാർ എന്ത് വിചാരിക്കും? ഇവർക്കാണോ ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടതെന്ന് അവർ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയത്ത് സ്വന്തം ഗ്രൂപ്പിന്റെ വലുപ്പം അളക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഇവർ കേരളത്തിന് തന്നെ നാണക്കേടാണ്. കെ സി വേണുഗോപാലിന് ഇതൊന്നും ഒരു പ്രശ്നമല്ലായിരിക്കും. കാരണം അദ്ദേഹത്തിന് വേണ്ടത് തന്റെ ഇഷ്ടക്കാരെ കസേരയിൽ ഇരുത്തുക എന്നത് മാത്രമാണ്. പാർട്ടിയുടെ അന്തസ്സും ജനങ്ങളുടെ വിശ്വാസവും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഈ കസേരകളി കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടായി രേഖപ്പെടുത്തും. ചുരുക്കത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ നടക്കുന്നത് ജനസേവനമല്ല, മറിച്ച് കസേരയ്ക്ക് വേണ്ടിയുള്ള ഒരു വേട്ട തന്നെയാണ്. സതീശന്റെ ഉള്ളിൽ മുഖ്യമന്ത്രി മോഹം ലാവ പോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് പുറത്തു കാണിക്കാതെ താൻ വിനയകുമാരനാണ് എന്നൊരു അഭിനയം പുള്ളി നടത്തുന്നുണ്ട്. സതീശ, നിങ്ങളുടെ ആ പഴയ ശിഷ്യന്റെ കുപ്പായം ഇപ്പോ അങ്ങ് ചെന്നിത്തലയ്ക്ക് ഇട്ടുകൊടുക്കാൻ നോക്കേണ്ട. പുള്ളി അത് കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി ചെന്നിത്തലയുടെ കാര്യം. രമേശ് ഏട്ടാ, ഈ പ്രായത്തിലും കസേരയുടെ കാലിൽ പിടിച്ചു തൂങ്ങുന്ന ഈ ഒരു വാശിയുണ്ടല്ലോ, അത് സമ്മതിക്കണം. പണ്ട് കരുണാകരൻ പഠിപ്പിച്ച ആ പഴയ അടവുകൾ ഇപ്പോൾ സതീശൻ നിങ്ങൾക്ക് നേരെ തന്നെ പ്രയോഗിക്കുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കും ഒരു രസമുണ്ട്. സ്വന്തം പാർട്ടിക്കാരൻ സർവേയിൽ ഒന്നാമനായി എന്ന് കേൾക്കുമ്പോൾ നെഞ്ചു പൊട്ടുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപം. ഹൈക്കമാൻഡിലിരുന്ന് കെ സി വേണുഗോപാൽ ഇട്ടുകൊടുക്കുന്ന ഓരോ തീപ്പെട്ടിക്കൊള്ളികളും കേരളത്തിൽ വലിയൊരു കാട്ടുതീയായി പടരുന്നത് നമ്മൾ കണ്ടു. ഗ്രൂപ്പ് ഇല്ലാത്ത കോൺഗ്രസ് ഉണ്ടാക്കാൻ വന്നവർ ഇപ്പോ 5-6 പുതിയ ഗ്രൂപ്പുകൾ കൂടി ഉണ്ടാക്കി കേരളം മൊത്തം വിളമ്പുകയാണ്. സതീശനും ചെന്നിത്തലയും കൂടി നടത്തുന്ന ഈ ഗ്രൂപ്പ് യുദ്ധം കണ്ടാൽ തോന്നും കേരളത്തിൽ ബാക്കി എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന്. അവസാനമായി ഒരു കാര്യം കൂടെ, നേതാക്കന്മാരെ, നിങ്ങൾ തമ്മിൽ തല്ലി സർവേ ഫലങ്ങളെ പിച്ച് ചീന്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നോർക്കുക, ജനങ്ങൾക്ക് ഇതൊക്കെ നല്ലൊരു കോമഡി ഷോയാണ്. പക്ഷേ വോട്ട് ചെയ്യേണ്ട സമയം വരുമ്പോൾ നിങ്ങളുടെ ഈ പാരവെപ്പും മറ്റും ജനങ്ങൾ മറക്കില്ല. സതീശൻ മുഖ്യമന്ത്രിയാകുമോ അതോ ചെന്നിത്തല വലിച്ചു താഴെയിടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഒന്നുറപ്പാണ്, ഭരണം കിട്ടുന്നതിന് മുമ്പേ കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടുന്ന ഈ നേതാക്കളെ വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ പോകുന്ന സാധാരണ പ്രവർത്തകരെ വേണം പറയാൻ. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.